ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നലെ 12 ലഗ്നഭാവങ്ങളിൽ രവി നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം അപ്ലോഡ് ആയിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും അതായത് മേടം മുതൽ രാശി എണ്ണി തുടങ്ങും, ലഗ്നം മുതൽ ഒന്നാം ഭാവം എണ്ണി തുടങ്ങും. ആ ല എന്നെഴുതിയ അക്ഷരം മുതൽ 12 രാശിയിൽ എവിടെയെങ്കിലും ല എന്ന അക്ഷരം, അതാണ് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു രാശി എന്ന് പറയുന്നത്. ലഗ്നം ആ ല എന്നെഴുതിയ മുതൽ 12 രാശിയിൽ ഒന്നാം ഭാവം ഞാൻ നമ്പർ ഇട്ട് ഓരോ ഭാവത്തിന് നമ്പർ ഇട്ട് രവിയുടെ പൊതുവായ ഫലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പൊതുവായ ഫലം മാത്രമാണ്, നിങ്ങൾ അങ്ങനെ കാണാൻ പാടുകയുള്ളൂ. ഒരു കാരണവശാലും ഇത് നിങ്ങളുടെ ഗ്രഹനിലയായിട്ട് കൂട്ടി യോജിപ്പിക്കരുത്, ദൈവത്തോർത്ത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നെഗറ്റീവ് പറയേണ്ട ഒരു അവസ്ഥ വരും. ഇത് മറ്റെല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനു മുമ്പായിട്ട് പറയണത്, നമ്മൾ പുതിയ ഗ്രഹനില സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എത്ര മോശം ജാതകമായാലും നല്ല ജാതകമായാലും നമുക്ക് ജീവിതത്തിൽ കർമ്മം ചെയ്തേ പറ്റുള്ളൂ. കാരണം നമുക്ക് ജീവിക്കണം, കലിയുഗമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്നേഹബന്ധത്തിനോ ഒരു എന്താ പറയുക തമ്മിലുള്ളൊരു ബന്ധം, ഒരു സ്നേഹബന്ധത്തിനൊന്നും വിലയില്ലാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും സ്വകർമ്മത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വീട്ടിൽ ഭഗവത്ഗീത ഒക്കെ എടുത്തു വെക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ ആ ഭഗവത്ഗീത എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ വീട്ടിൽ നിങ്ങൾ മേടിച്ച് കൊണ്ടുവന്നിട്ട് അത് മടക്കി വെക്കാനുള്ളതാണ്. അത് നിങ്ങൾ ഒന്ന് വായിക്കുക, അതിൻ്റെ ഓരോ വാക്കുകൾ നിങ്ങൾ ഉപബോധ മനസ്സിലേക്ക് എടുക്കുക. അതായത് നമ്മൾ ഗ്രഹനിലങ്ങൾ ഒഴിവാക്കൂ, നിങ്ങളുടെ കർമ്മത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ആ കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് വിജയമുണ്ടാവും. അതാണ് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞ ഒരു വാക്യം: അലസതയും അകപന്യതയും നപുംസകമുള്ളതാണ്, അവയെ നീ കൈക്കൊള്ളരുത്. ബലഹീനതകൾ വലിച്ചെറിഞ്ഞ് ജീവിത യുദ്ധത്തിന് തയ്യാറാക്കൂ. ലോകത്തെ കീഴ്മിൽ മറിക്കാനുള്ള ശക്തി നിന്നിലുണ്ട്, അതിനെ വിളിച്ചുണർത്തൂ. ഈ ധർമ്മയുദ്ധത്തെക്കാളും ശ്രേയസ്കരമായി മറ്റൊന്നില്ല. അതിൽ മരണം സംഭവിച്ചാലും നന്മയാണ്. ധർമ്മം സമരം ഏറ്റെടുക്കുന്നു, ഭൂമിയുടെ സർവാധിപത്യം നേടുന്നു. കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിയുന്നൻ എല്ലാം നഷ്ടപ്പെടുത്തുന്നു. പ്രവർത്തിക്കാൻ തയ്യാറാക്കാത്ത വ്യക്തി സമൂഹം സ്വയം ആപത്ത് ക്ഷണിച്ചു വരുന്നു. അതിനാണ് എഴുന്നേൽക്കൂ, ശത്രുക്കളെ പരാജയപ്പെടുത്തി സമൃദ്ധമായ രാജസ്വങ്ങൾ അനുഭവിക്കൂ. അനശ്വരമായ യശസ് നേടൂ, ക്ഷേമം ഐശ്വര്യം നിനക്കുള്ളതാണ് എന്നാണ് അർജുൻ. ഇതേപോലുള്ള ഭഗവത്ഗീതയിൽ നമുക്ക് മനസ്സിലേക്ക് ഒരു പോസിറ്റീവ് ചിന്ത വരുന്ന ഒരുപാട് സംഗതികളുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ വായിക്കുക, നല്ല ചിന്തയോട് പോവുക, കർമ്മത്തിൽ ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, താഴെ ലിങ്ക് കൊടുക്കാം, കാണുക. നന്ദി, നമസ്കാരം.